ഹലോ ഗായ്സ്, നമ്മൾ അബുദാബിയിലെ ഫസ്റ്റിലെ വ്ളോഗാണ്. നമ്മൾ ചെക്കന്മാരെല്ലാവരും കൂടിയും നമ്മളെ ഫേമസ് ആയ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ജബൽ അലി എന്ന് പറയും. എന്താണതാ ജബൽ അൽ ഹഫീത്ത്. അവിടെ പോകാൻ നിൽക്കുകയാണ്. നമ്മളെ റൂമത്തെ ചെക്കന്മാരെല്ലാവരും ഉണ്ട്. റൂമൊന്നും നോക്കണ്ട, ഫുള്ള് അലങ്കോലാണ് നമ്മളെ റൂം. എവിടെ വേഗം റെഡി ആവുന്ന പോവല്ലേ? അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ചുരം പോലത്തെ ഒരു മല കയറാണ്ട്. ചെക്കന്മാർ ഏതായാലും ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നുണ്ട്. പോലെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ആ കാണുന്ന മലയൊക്കെ നമുക്ക് പോവാനുള്ളത്. ഏതായാലും പോയേക്കോ. ലെറ്റ്സ് ഗോ ഗായ്സ്. അതാണ് ജബൽ ഹഫീത്ത് മല. അതാണ് നമ്മൾ കയറാൻ പോകുന്നത്. ബ്ലോക്കാണ് ജബൽ ഹഫീത്ത്. ആ അതെ, ഓറഞ്ച് നാട്. പോലീസ് തടയണല്ലേ, അതുകൊണ്ടാണ് കയറ്റി വിട്ടത് പറഞ്ഞു. നാഷണൽ ഡേ സെലിബ്രേഷൻ. ജബൽ ഹഫീത്ത് we are going. എത്തനയോ എത്തന നാ താ എത്തനയോ എത്തന നാ നാ. ഗായ്സ്, ഇതാണ് അവസ്ഥ. ഗായ്സ്, ആവേശം മൂത്തും ഇങ്ങോട്ട് കയറിയതാണ് ഗായ്സ്. ഇതാണ് 4 മണിക്കൂറായി ഇതന്നെ അവസ്ഥ. ക്ലച്ചുമ്പോ തന്നെ കാല്. ഗായ്സ്, ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ പെരും തണുപ്പാണ്. പിന്നെ ബ്ലോക്കും അതേപോലെ തന്നെ താഴെ 1 മണിക്കൂറൊറ്റ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ എത്തിയത്. കുറച്ച് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. അടിപൊളി പ്ലേസ്. ഗായ്സ്, ഇതിൻ്റെ 4 ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല, കാരണം അത്രയും അടിപൊളിയാണ്. അല്ലെ ടൗണാണ് കാണുന്നത്. ഇവിടുത്തെ തണുപ്പ് എന്ന് പറയുകയാണെങ്കിൽ അമ്മാരി തണുപ്പാ. വെറും തണുപ്പ്. എന്താവസ്ഥയാണ് മൂത്രയിക്കാനോ? ഞങ്ങളിവിടെ തുടങ്ങി ഇവിടെ കണ്ടോ പാകിസ്ഥാനികളൊക്കെ ഇവിടെ വന്ന് കബാബൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ? നമ്മളെ ജബൽ മലന്റെ മാപ്പാണിത്. എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഹൗ ഇറ്റ്സ് ഒറിജിൻ. ഹലോ ഗായ്സ്, ഞങ്ങളും ഹലോ ഗായ്സ്, ഞങ്ങൾ ജബൽ ജയ്സിലാണ് ഗായ്സ്. പൊളിയാണ് ഇവിടെ, പൊളി. നോക്കൂ ഇവിടെ സജാദ് ജിബി. നോക്കൂ സജാദ് ഗായ്സ്. സജ, അഭിപ്രായം എന്താ? പട്ടാണീസ് സത്യം പറഞ്ഞാലേ ദുബായില് UAE വരുന്നോല് മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റും. ഇതിന്റെ ഒരു വണ്ടി റൈസാക്കല്. കുറച്ച് കഴിഞ്ഞാൽ ഫുഡും കഴിക്കാം. നമ്മളെ കുട്ടനാടൻ ഗ്രില്ലത്തെ നല്ല മുരിഞ്ഞ ചാർക്കോള്. അല്ല, നീ ഏത് ചാർക്കോള മേടിച്ചത്? ഏത് ചാർക്കോള മേടിച്ചത്? ഞാൻ പെപ്പർ ചിക്കൻ ചീറും. ഇത് റാശി. ഇതാണ് നമ്മളെ ഇവന്റ് മാനേജർ റാഷിദ്. ആ ഇവിടെ എന്തോ ഉണ്ട് ട്ടാ.
ശരി, നമുക്ക് ഫുഡ് കഴിക്കാം, അത് നടക്കും. ഈ കാറിൻ്റെ അവിടെ പോവാ, കാറിനോട്. ഗൈസ് നമ്മൾ ഈ ടേബിൾ വരുന്ന ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അല്ല ഇജേ വണ്ടി പോയിക്കാണ്ട് ഫുഡ് എടുത്തു പോവാ സജാദെ. അല്ലല്ല ആൾക്കാർ ഇരിക്കൂല. ഞാൻ ഇവിടെ സ്ഥലം പിടിച്ചു. അവിടെ നോക്കി, ഞാൻ ഇവിടെ സ്ഥലം പിടിച്ചിക്കണേ. ഒരു കഥയാണ്. ഞാൻ വ്ളോഗ് കൊടുക്കണ സ്ഥലം പിടിച്ചാലും പറഞ്ഞ അങ്ങനെ നടക്കുവോ? ഇജി പോയി സാധനം എടുത്തു പോവാ, നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. നമ്മളെ ചെക്കന്മാര് ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് നമ്മളെ സച്ചിനാണിത്. ഫുൾ കോർഡിനേറ്റർ സച്ചിൻ. അതാ ജോൺസൺ. മുട്ടിപ്പടി മാത്യു. അല്ല നമ്മള് ഇവനോട് ഡ്രൈവർ അവിടെ എത്തിയോ? എടാ ഇവിടെ ഇമ്മാരി തണുപ്പിൽ ഫുഡ് ഇറക്കിയാലേ ഒറ്റടിക്ക് തണുത്ത് പോകും. സെക്കൻഡോട് തണുക്കൂട്ടോ ഗ്രില്ലൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ തളച്ചു നിൽക്കാണല്ലോ. ഒന്നും നോക്കാനില്ല. അടി മാറ്റിയോ, ഇരി ഒന്നും നോക്കണ്ട. ഇരിക്കി നമുക്ക് അടിക്കാം. ആ സ്പീക്കർ എടുത്തിട്ട് വരായിരുന്നു. ഓ സ്പീക്കർ എടുത്താ നമ്മളെ വണ്ടിയിലല്ലേ? വണ്ടി വരുന്നു. ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് സെന്റർ നിർത്തിയാ മതി. ഗായ്സ് അപ്പം നമ്മള് ഫുഡ് അടിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. പെപ്പർ ഗ്രില്ല് സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടനാടൻ പെരും കാറ്റാണ്. തണുപ്പും കാറ്റും മൊത്തത്തിലുണ്ട്. പ്രേതമുണ്ട് ഗായ്സ് ഇവിടെ. എന്തൊരു കാറ്റാണ് ഈ വരെ. ഏതാണ്ടോ കാറ്റിന്റെ പവർ കണ്ടോ? പൊറോട്ട എവിടെ? പൊറോട്ട ഉണ്ടോ? എല്ലാം ഉണ്ട്. പൊറോട്ട എന്താ സ്ഥലത്തിനെ പറ്റിയുള്ള അഭിപ്രായം? സ്ഥലം എന്ന് പറഞ്ഞാല് അടിപൊളിയാണ്. മെയിനായിട്ട് വീക്കെൻഡിലാണ് ഇവിടെ കൂടുതൽ തിരക്കുണ്ടാവുക. കാരണം എല്ലാ ആളുകൾ വരുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. വീക്കെൻഡ് തണുപ്പ് എന്ന് പറയുമ്പോ പറയാൻ പറ്റില്ല. രക്ഷയില്ലാത്ത തണുപ്പാണ്. ഞാനിതാ ഏതായാലും പുതിയത് മേടിച്ചാണ്. എനിക്ക് കായ് മുതലായി. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ കറക്റ്റ്? ഒരു ഏകദേശം ഒരു 19 കിലോമീറ്റർ 19 കിലോമീറ്റർ ഇങ്ങോട്ട് കയറുന്ന ജബൽ ജയ്സ് അല്ലൈന് ഒരു പ്രോപ്പർ സ്റ്റോറി എനിക്ക് അറിയില്ല. അതെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ഈ സ്ഥലം ഇങ്ങനെ കാണുന്ന വേണം. എന്താ പറയാ, 4 ഭാഗത്തുനിന്നും നോക്കിയാലും നമ്മളിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. അതെ, കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷാറാണ്. ലൈറ്റിംഗ് ഒക്കെ ഉള്ള അടിപൊളിയാണ്. ഇപ്പൊ സമയം എത്രയായി അറിയോ? ഇപ്പൊ രാത്രി 9 മണിയായി. കറക്റ്റ് 9 മണിയായി. അത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. റോഡ് ഭയങ്കര ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ. ഇവിടെ നല്ലൊരു ചായക്കടക്കുള്ളൊരു അല്ല നമ്മൾ പോണ വഴിക്ക് നല്ല ഇതുണ്ട് കേട്ടോ. നല്ല നല്ല സ്പോട്ടുകളുണ്ട്. നമുക്ക് അവിടെ എന്തായാലും നിർത്തണം. അങ്ങനെ ജാക്സൺ ഗായ്സ്, അപ്പം നമ്മളെ മലയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നു. ഇവിടെ പോണ വഴിക്കെത്തി. അല്ലൈനിൽ നിന്ന് പോന്നു. അല്ലൈനിൽ നിന്ന് നമ്മൾ അബുദാബിക്ക് ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഒരു 2 മണിക്കൂർ ഒക്കെ യാത്ര ഉണ്ട്. ഇത് പോരുന്ന വഴിക്ക് ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയൊരു സ്ഥലമാണ്. ഹൈവേ ആ സൈഡിലൂടെയാണ് ഹൈവേ ഉള്ളത്. അപ്പോൾ അവസാനം നമ്മളെ റൂമിൻ്റെ അവിടെ എത്തി. ഈ ബിൽഡിങ്ങിലാണ് നമ്മളെ റൂം വരുന്നത്. ഏതായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അബുദാബിത്തെ ഒരു ജസ്റ്റ് ഒരു വെറുതെ ഒരു വ്ളോഗ് എടുത്തതാണ്. അവിടെ ഒരു നമ്മൾ പറഞ്ഞ മലയിൽ പോയ വീഡിയോ. ഏതായാലും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. പള്ളിന്റെ ഭാഗത്ത് അവിടെ നോക്ക്.